കൊച്ചി മെട്രോയുടെ രണ്ടാം ഘട്ട വികസനത്തിനായി 1016.24 കോടി രൂപയുടെ വായ്പ എടുക്കുന്നതിന് സംസ്ഥാന മന്ത്രിസഭാ യോഗം ഔദ്യോഗിക അനുമതി നൽകി. KLN സ്റ്റേഡിയം മുതൽ കാക്കനാട് വഴി ഇൻഫോ പാർക്ക് വരെയുള്ള രണ്ടാം ഘട്ട മെട്രോ റെയിൽ പദ്ധതിക്ക് ആവശ്യമായ ധനസഹായം ഏഷ്യൻ ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ബാങ്കിൽ നിന്നും വായ്പയായി സ്വീകരിക്കുന്നതിനാണ് കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡിന് സർക്കാർ അനുമതി നൽകിയത്. അതേസമയം രണ്ടാം ഘട്ട മെട്രോ പാത ഇൻഫോ പാർക്കിൽ നിന്ന് കൂടി സ്മാർട്ട് സിറ്റിയിലേക്കും നീട്ടുന്നതിനുള്ള സർക്കാർ അംഗീകാരം കഴിഞ്ഞ ദിവസങ്ങളിൽ ലഭിച്ചിരുന്നു. പദ്ധതിയുമായി ബന്ധപ്പെട്ട് ആവശ്യമായ ഭൂമി ഏറ്റെടുപ്പ് നടപടികൾ പൂർത്തിയായതോടൊപ്പം സ്ഥലം കൈമാറുന്നതിനുള്ള തുടർ നടപടികൾ വേഗത്തിൽ പുരോഗമിക്കുകയാണെന്നും അധികൃതർ അറിയിച്ചു. നിലവിൽ പുരോഗമിക്കുന്ന രണ്ടാം ഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ ഈ വർഷം ഡിസംബറോടെ പൂർത്തിയാക്കുക എന്നതാണ് ലക്ഷ്യം. ഇതിലുൾപ്പെടുന്ന സ്റ്റേഷനുകളിൽ 5ന്റെ നിർമ്മാണം ജൂലൈ മാസത്തോടെ പൂർത്തിയാകുമെന്നും KMRL അറിയിച്ചു. JLN സ്റ്റേഡിയം മുതൽ ഇൻഫോ പാർക്ക് വരെയുള്ള പാതയ്ക്ക് പുറമെ സ്മാർട്ട് സിറ്റിയും ഉൾപ്പെടുന്നതോടെ IT മേഖലയിലെ ജീവനക്കാർക്കും ദിനപ്രതി യാത്ര ചെയ്യുന്ന പൊതുജനങ്ങൾക്കും വലിയ ആശ്വാസം ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇക്കാര്യം കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡ് സംഘടിപ്പിച്ച വാർത്താ സമ്മേളനത്തിൽ വിശദീകരിക്കുകയും ചെയ്തു. സുസ്ഥിര നഗര മൊബിലിറ്റിയെയും പൊതുഗതാഗത സംവിധാനങ്ങളെയും കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിന്റെ ഭാഗമായി ബംഗളൂരുവിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസുമായി സംയുക്ത ഗവേഷണത്തിനും നടപ്പാക്കലിനുമായി ഒരു ധാരണാപത്രം ഒപ്പുവെച്ചതിനു ശേഷമാണ് KMRL MD ലോക്നാഥ് ബെഹ്റ മാധ്യമങ്ങളെ അഭിസംബോധന ചെയ്തത്. അതേസമയം കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തെ മെട്രോയുമായി ബന്ധിപ്പിക്കുന്ന മൂന്നാം ഘട്ട പദ്ധതിയുടെ വിശദമായ പദ്ധതിരേഖ മാർച്ച് 14 സമർപ്പിക്കുമെന്ന് അറിയിക്കുകയും ചെയ്തു. മൂന്നാം ഘട്ടത്തിൽ കൃത്രിമ ബുദ്ധി സാങ്കേതിക വിദ്യകൾ പ്രയോജനപ്പെടുത്തുന്നതിനായി IISc-യുമായി സഹകരണം ഉറപ്പാക്കിയതായും KMRL വ്യക്തമാക്കുന്നു. അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്ന കൊച്ചി നഗരത്തിന്റെ ഗതാഗത വെല്ലുവിളികൾക്ക് ഫലപ്രദമായ പരിഹാരമായി കൊച്ചി മെട്രോ മാറിയിരിക്കുകയാണ്. നഗരത്തിലെ നിരന്തരം വർദ്ധിക്കുന്ന വാഹനത്തിരക്കും യാത്രാ സമ്മർദ്ദവും ഒഴിവാക്കി കുറഞ്ഞ സമയത്തിനുള്ളിൽ ലക്ഷ്യസ്ഥാനത്തെത്താൻ സഹായിക്കുന്നതിനാൽ മെട്രോയെ ആശ്രയിക്കുന്ന യാത്രക്കാരുടെ എണ്ണം ദിനംപ്രതി ഉയരുകയാണ്. സുരക്ഷിതവും സൗകര്യപ്രദവുമായ യാത്രാനുഭവം ഉറപ്പാക്കുന്ന പൊതുഗതാഗത സംവിധാനമായി കൊച്ചി മെട്രോ നഗരജീവിതത്തിന്റെ അവിഭാജ്യ ഘടകമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. കൂടുതൽ യാത്രക്കാരെ ആകർഷിക്കുന്നതിനും നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് സേവനം വ്യാപിപ്പിക്കുന്നതിനുമായി കൊച്ചി മെട്രോ രണ്ടാം ഘട്ട വികസന പ്രവർത്തനങ്ങളുമായി മുന്നേറുകയാണ്. IT മേഖലയിലെ പ്രധാന കേന്ദ്രമായ ഇൻഫോ പാർക്കിലേക്ക് മെട്രോ സേവനം എത്തുന്നതെന്ന പ്രത്യേകത ഇതിനകം തന്നെ രണ്ടാം ഘട്ടത്തിനുണ്ട്. ഇതിനു പുറമെ സ്മാർട്ട് സിറ്റിയിലേക്കും മെട്രോ പാത നീട്ടുന്നതിനുള്ള പദ്ധതിക്ക് ഔദ്യോഗിക അംഗീകാരം ലഭിക്കുകയും ചെയ്തു. കേരളത്തിലെ ആദ്യ മെട്രോ റെയിൽ പദ്ധതിയായ കൊച്ചി മെട്രോ സംസ്ഥാനത്തിന്റെ നഗരഗതാഗത ചരിത്രത്തിൽ ഒരു നിർണായക മുന്നേറ്റമായി കണക്കാക്കപ്പെടുന്നു. ഗതാഗത കുരുക്കുകൾ കുറയ്ക്കുകയും പരിസ്ഥിതി സൗഹൃദമായ യാത്രാമാർഗം ഒരുക്കുകയും ചെയ്യുന്നതാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. കൊച്ചി മെട്രോ നഗരത്തിന്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് പ്രചോദനമായി. വ്യാപാര കേന്ദ്രങ്ങൾക്കും IT പാർക്കുകൾക്കും വിമാനത്താവളങ്ങൾക്കും സമീപ പ്രദേശങ്ങൾക്കും മികച്ച കണക്ഷൻ ലഭിച്ചതോടെ നിക്ഷേപ സാധ്യതകളും വർദ്ധിച്ചു. കൂടാതെ പ്രാദേശിക തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. യാത്രക്കാരുടെ എണ്ണം വർദ്ധിപ്പിക്കൽ, റൂട്ടുകളുടെ വ്യാപനം, മറ്റ് ഗതാഗത സംവിധാനങ്ങളുമായി കൂടുതൽ ഏകീകരണം എന്നിവയാണ് ഭാവിയിലെ ലക്ഷ്യങ്ങൾ. നഗരവികസനത്തിനൊത്ത് മുന്നേറുന്ന രീതിയിൽ കൊച്ചി മെട്രോ കൂടുതൽ വികസിക്കുമെന്നാണ് പ്രതീക്ഷ. പരിസ്ഥിതി സൗഹൃദവും സുസ്ഥിരവുമായ നഗരഗതാഗത സംവിധാനമായി കൊച്ചി മെട്രോ കേരളത്തിന്റെ അഭിമാനമായി മാറിയിരിക്കുന്നു. നഗരജീവിതത്തെ കൂടുതൽ സൗകര്യപ്രദവും കാര്യക്ഷമവുമായി മാറ്റുന്ന ഒരു ഗതാഗത വിപ്ലവമാണ് കൊച്ചി മെട്രോ. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.